ശരണ്യയ്ക്ക് ബാലൻ വീടും അതുപോലെ തന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങളും മെഡിസിനുള്ള സീറ്റും അതുപോലെ അച്ഛനൊരു കടമുറിയും പണവും എല്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മെച്ചപ്പെട്ടു. കോളനിയിൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ആ സമയത്താണ് അവരെല്ലാവരും ഒറ്റപ്പെടുത്തുകയും എല്ലാവരും കൂടി അവരെ കല്ലെറിയാനും തുടങ്ങി. ആ സമയത്താണ് ബാലചന്ദ്രൻ അവർക്ക് വീട് കൊടുക്കുന്നതും അവരുടെ ജീവിതം സേഫാക്കുന്നതും. അതുകൊണ്ട് തന്നെ ശർണയ്ക്കും അവർ വീട്ടുകാർക്കും ഇപ്പോൾ ബാലനുമായിട്ട് യാതൊരു പിണക്കവും ഇല്ല. അലീനയോടും അവർക്ക് യാതൊരു ദേഷ്യവും. അങ്ങനെ രോഹിത് പതിയെ പതിയെ മാറ്റമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വൈജയോടുണ്ട്. അങ്ങനെ ശരണ്യ മെഡിസിൻ പഠിക്കാനായിട്ട് പോവാണ്. ഈ ഒരു പോകുന്ന കാര്യം ബാലനോട് ബാലനോട് പറയാനായിട്ട് ശരണ്യയും അച്ഛനും അമ്മയും കൂടി ബാലന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം ഹരിയും ബാക്കി രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നുണ്ട്. അതിനുശേഷം ഹരി ഇപ്പൊ മെന്റലി കുറച്ചൊക്കെ ഓക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ശരണ്യ ആ കാര്യം തിരിച്ചറിയുന്നത്. അലീന അവിടുന്ന് പോയി കഴിഞ്ഞു. അലീന ഇപ്പോ ഷെറിന്റെ വീട്ടിലെ ജോലിക്കാരായിട്ട് നിൽക്കാണ്. ഷെറിനെ നോക്കാനുള്ള ഒരു ഹോം നേഴ്സായിട്ട്. അലീന ചോദിക്കാണ്, അലീന ചേച്ചിയെ ഇവിടുന്ന് പറഞ്ഞയച്ചത് ചേച്ചി വീട്ടിലുള്ളപ്പോ നല്ലതല്ലായിരുന്നോ? സത്യം പറഞ്ഞ ചേച്ചി കാരണമാണ് ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ രോഹിതേട്ടന് ജാമ്യം കിട്ടിയതും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വൈജ ഉണ്ടായിരിക്കും കേട്ടോ. വൈജയ്ക്ക് പതിയെ പതിയെ നടക്കാനൊക്കെ ആയിട്ടുണ്ട്. വൈജ ഹാളിലേക്ക് വരുന്നുണ്ട്. ആരാ ഇവരൊക്കെ എന്ന് ചോദിക്കാണ്. അപ്പോ ബാലനൊന്നും മിണ്ടുന്നില്ല. കൃഷ്ണ പറയാണ്, അമ്മേ ഇതാ ശരണ ചേച്ചി. രോഹിതനെ ജയിലിൽ നിന്ന് ജാമ്യത്തിന് വിട്ടില്ലേ ആ ചേച്ചി എന്ന് പറയുമ്പം ഓ അവളോ എന്ന് ചോദിക്കാണ്. അപ്പോ കൃഷ്ണ പറയാണ്, അമ്മ കുറച്ച് മര്യാദക്കൊക്കെ സംസാരിക്കണം. ഞാനെന്തിനാടി ഇവളോടൊക്കെ മര്യാദ കാണിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു പയ്യൻ വിളിച്ചപ്പോ ഒന്നും നോക്കാതെ അവന്റെ കൂടെ പോയവളല്ലേ ഇവള്. അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് ഞങ്ങളുടെ പയ്യന്മാർക്ക് കുറ്റം. എന്റെ മോൻ ജയിലിൽ പോകേണ്ടതല്ലായിരുന്നോ? ഏതോ ഒരു ഭാഗ്യം കൊണ്ടല്ലേ അവൻ പോവാതിരുന്നത് എന്ന് പറയാണ്. അപ്പോ പ്രഭാകരനും ഭാര്യയും പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെ മോള് പിഴച്ചു പോയാൽ എന്താ കുഴപ്പം? ഇഷ്ടംപോലെ സ്വത്തുക്കൾ കിട്ടിയല്ലോ. നല്ല വീടും കടമുറയും സൗഭാഗ്യങ്ങളും എല്ലാം കിട്ടിയില്ലേ എന്ന് വൈജ ചോദിക്കാണ്. അപ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, വൈജെ നീ വായടച്ച് മിണ്ടാതിരുന്നോണം. എപ്പോഴത്തെ പോലെയാണെന്ന് നീ ഓർക്കരുത്. ഒരുമാതിരി കമലയുടെ സ്വഭാവം നീ ഇവിടെ കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റം, ഇതൊന്നും കുറ്റമല്ലേ എന്ന് ചോദിക്കാണ്. നിന്റെ മകന് ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലില് അവന്മാരുടെ കൂടെ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചിരുന്നെങ്കിൽ നിനക്ക് സന്തോഷമാവായിരുന്നോ എന്ന് ചോദിക്കാണ്. അപ്പ വൈജ വായടച്ച് നിൽക്കുന്നുണ്ട്. ഷർണി പറയാണ്, ഞങ്ങൾ വന്നത് തെറ്റായി പോയി. ഞങ്ങൾ പോവാ. മെഡിസിന് നാളെ ജോയിൻ ചെയ്യണം. ഞാൻ അങ്ങോട്ടേക്ക് പോവാ, ബാംഗ്ലൂരിലേക്ക്. അത് പറയാനായിട്ട് ഞാൻ വന്നതാ. എനിക്ക് പഠിക്കാനുള്ള സൗഭാഗ്യം നൽകിയത് നിങ്ങളാ. അത് പറഞ്ഞിട്ട് പോകാതിരിക്കാൻ എനിക്ക് ആവില്ലായിരുന്നു. അതുകൊണ്ട് വന്നതാ. ഷർണി ചേച്ചിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. മോളെ, ഷർണ ഇപ്പോൾ വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മോളുടെ ഫോണിൽ നമ്പർ ഉണ്ടല്ലോ, വിളിച്ചാൽ മതി. മോൾക്ക് കാണുമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതിയല്ലോ എന്ന് പറയാണ്. എങ്കിലും ചേച്ചി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സാരമില്ല, ലീവിന് വരുമ്പം ഞാൻ പോയി കണ്ടോളാം എന്ന് പറയാണ്. വൈജ പറയുന്നുണ്ട്, അലീന അവൾ ഒറ്റയൊരുത്തിയാ എല്ലാത്തിനും കാരണം. ആ അഹങ്കാരി, ആ പിഴച്ചോള് കാരണ ഇതെല്ലാം സംഭവിച്ചത്. അപ്പോഴേക്കും ബാലൻ വന്നിട്ട് പറയുന്നുണ്ട്, വൈജെ നിന്റെ വായടയ്ക്കാനാ പറഞ്ഞത്, മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് പറയാണ്. ബാലൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മൈൻഡ് ആക്കണ്ട. ഇവളുടെ സ്വഭാവം ഇങ്ങനത്തെയാ. ആരോട് എന്ത് പറഞ്ഞൊന്നും അറിയില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കാം. അതുകൊണ്ട് നിങ്ങളത് കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷർണയെ പറയാണ്, രോഹിതേട്ടൻ ഇപ്പോൾ ഓക്കെ അല്ലേ? അതേ മോളെ, രോഹിത് ഇപ്പോൾ ഓക്കെയാ. വേറെ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനില്ല. എന്തായാലും ഇനിയിപ്പോൾ കേസെല്ലാം അവൻ്റെ പേരിൽ നിന്ന് ഒഴിവായല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഇനിയിപ്പോൾ തുടർന്ന് പഠിക്കാനായിട്ട് പോവാം. അവനിപ്പോൾ ഓൾറെഡി ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ശരണ്യ വന്ന് ബാലൻ്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. നന്നായി പഠിച്ച് ഒരു ഡോക്ടർ ആവണം, അതാണല്ലോ മോളുടെ ആഗ്രഹം, അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയാണ്. അപ്പോഴേക്കും ശരണയുടെ അച്ഛനമ്മയും പറയാണ്, എന്നാ പിന്നെ ഞങ്ങൾ നിൽക്കുന്നില്ല, പോവാ. എന്തിനാ ഇവിടെ തന്നെ കയറി അങ്ങ് താമസിച്ചോ? അതാണല്ലോ ഇപ്പം ആവശ്യം. വലിയ വീടും സൗകര്യങ്ങളും ഒക്കെ ആയല്ലോ. ഒരു പെണ്ണുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുമ്പം ബാലൻ പോയിട്ട് വൈദ്യനടിക്കാൻ കയ്യോങ്ങുന്നുണ്ട്. ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോവരുത് എന്ന് പറയുമ്പം ഞാൻ സംസാരിക്കും, ഇതെൻ്റെ നാക്കാ, എനിക്കിഷ്ടമുള്ള പോലെ സംസാരിക്കും എന്ന് പറയാണ്. ബഹളം കേട്ടുകൊണ്ട് രോഹിത് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്താച്ചാ, എന്താ ബഹളം എന്ന് ചോദിക്കാണ്. അപ്പോഴാണ് ഷർണേനെ കാണുന്നത്. ഷർണേനെ കണ്ടപാടെ അങ്ങ് വല്ലാണ്ട് ഷോക്കായി നിൽക്കാണ് രോഹിത്.
രോഹിത്തിനോട് പോയിട്ട് ഷർണ പറയുന്നുണ്ട്, ഗൂഢാലോചനയിലൊക്കെ ഏട്ടനുണ്ടായിരുന്നൊക്കെ എനിക്കറിയാം, എങ്കിലും അവസാന നിമിഷം എന്നെ ഉപദ്രവിക്കാതെ പോയല്ലോ. അതുപോലെ പോലീസിനെ വിളിക്കാനും ശ്രമം നടത്തിയിരുന്നല്ലോ. ഹരിയ അതിനെല്ലാം കാരണക്കാരൻ. എങ്കിലും നിങ്ങൾ അവസാന നിമിഷം എന്നെ ഒന്നും ഉപദ്രവിക്കാതെ പോയതുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ മനസാക്ഷിക്ക് തോന്നിയതാ ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാൻ യാതൊരു ധൈര്യം ഇല്ലായിരുന്നു. ആ സമയത്ത് അലീന ചേച്ചിയാ അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ കരുതിയിരിക്കായിരുന്നു. എന്നെ വന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി എന്നെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുപോയത് അലീന ചേച്ചിയാ. ചേച്ചിയുടെ ധൈര്യം കൊണ്ടാ കോടതിയിൽ ഞാൻ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞത്. നിങ്ങൾ എന്നെ തെറ്റിയിട്ടില്ലെന്ന്, നിങ്ങളെന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവിടെ പറയാനുള്ള കാരണവും അലീന ചേച്ചിയാ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിത് പറയാൻ സാധിക്കില്ലായിരുന്നു. പാർട്ടിക്കാരും പോലീസുകാരും എല്ലാവരും നിർബന്ധിച്ച പോലെ ഞാൻ നിങ്ങളെയും കുറ്റക്കാരനാക്കിയാനേ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അച്ഛന് ഞങ്ങൾക്ക് ആ വീടും അതുപോലെ കടമുറിയും അതുപോലെ എനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി നൽകി. അതുതന്നെ വലിയ സൗഭാഗ്യമാണ്. ഞാൻ നാളെ പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോവാ എന്ന് പറയാണ്. ദയവ് ചെയ്ത് ഇനി ഹരിയെ പോലുള്ള ഒരു കൂട്ടുകെട്ടിലും പോയി പെടരുത്. ഒരു പെണ്ണിനെ മോശമായിട്ട് കാണുമ്പം തനിക്കുണ്ട് 2 സഹോദരിമാര്, തനിക്കൊരു അമ്മയുണ്ട് എന്ന് കരുതണം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും വൈജ, നീ ആരാടി എൻ്റെ മകനെ ഉപദേശിക്കാൻ, പിഴച്ചവളെ എന്ന് വിളിച്ചുകൊണ്ട് വൈജ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ശരണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രോഹിത് പറയാണ്, ദേ അമ്മേ, അനാവശ്യം പറഞ്ഞാൽ അമ്മയാണെന്ന് ഞാൻ കരുതില്ല. അമ്മ എന്ത് വർത്താനായി പറഞ്ഞത്? ഇവള് എന്ത് പിഴച്ചെന്നാ അമ്മ പറയുന്നേ? കുറെ പേപ്പറുകൾ കൂടി ഇവളെ കടിച്ചു കീറി. ആ കൂട്ടത്തില് ഒരു പട്ടി ഞാനായിരുന്നു. ഇവളെ കടിച്ചു കുതിർന്ന പട്ടി ആ നിമിഷം എന്തോ ഒരു തോന്നൽ കൊണ്ട് ഞാൻ പിന്മാറി. അതുകൊണ്ടാ ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. അമ്മ എന്താ കരുതിയത്? അമ്മ മാത്രം നല്ലവളാണെന്നോ? ബാക്കി എല്ലാവരെയും അമ്മയ്ക്കെന്തും പറയാന്ന് കരുതിയോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് ഷാനോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇപ്പൊ എൻ്റെ 2 സഹോദരിയെ പോലെയാ ഞാൻ നിന്നെ കാണുന്നത്. അതുകൊണ്ട് നീ പൊയ്ക്കോ. എൻ്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെ, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. അഹങ്കാരവും അസൂയയും കുശുമ്പൊക്കെ തലയ്ക്ക് കയറി നടക്കുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയാണ്. അങ്ങനെ രോഹിത്തിനോട് ഇവര് ഇങ്ങനെ വലിയ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. അവരവിടുന്ന് പോണുണ്ട്. ബാലൻ പറയാണ്, ഒരു വീട്ടിലേക്ക് ഒരു വന്നു കയറിയെ പോലും സമാധാനത്തില് ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. എന്തൊരു ജന്മമായത്. ഇത് എൻ്റെ വീടാ. എങ്ങനെ നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് സംസാരിക്കാമെങ്കിൽ ഇവിടെ നിന്നാ മതി. അല്ല കെട്ടും പാണ്ടും ഇറക്കിക്കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് വൈജോട് പറയാണ്. അങ്ങനെ ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ പോയിട്ട് വെല്ലുവിളിയെ വിളിച്ച് ഇവിടെ കയറ്റനല്ലേ എന്ന് വൈജി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രോഹി ചോദിക്കാണ്, അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ? ആ ശരണയ അന്ന് മൊഴിമാറ്റി പറഞ്ഞില്ലെങ്കിലേ ഞാനിപ്പോ ജയിലിൽ കിടന്നേനെ. ജയിലിൽ കിടക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് ശരിക്കും തല്ല് കിട്ടി. അതുപോലെ ജയിലിൽ പോയപ്പോഴും കിട്ടി. സഹതടവുകാരെന്നൊക്കെ മാനസികവും ശാരീരികമായുള്ള ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. എന്തൊക്കെയാണ് അവൾ അനുഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. എന്നെ കാലെ കെട്ടിത്തൂക്കി എന്നെ എന്തോരം അടിച്ചെന്ന് അമ്മയ്ക്ക് അറിയോ? അതിനെല്ലാം എന്നെ രക്ഷപ്പെടുത്തിയത് ആ ശരണയാ. ഒന്നും ഉണ്ടായിരുന്നെങ്കിലോ? അമ്മ ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോൾ ജയിലിൽ കിടന്നേനെ. ഹരിയുടെയൊക്കെ കൂടെ എൻ്റെ ഭാവി, എൻ്റെ ജീവിതം എല്ലാം പോയേനെ. അമ്മയ്ക്ക് അതാണോ വേണ്ടിയത് എന്ന് ചോദിക്കാണ്. അമ്മ എന്തർത്ഥത്തിലാ ആ കുട്ടിയെ പിഴച്ചോളെന്ന് വിളിച്ചത്? കുറെ പേര് കൂടി അവളെ മാനം കെടുത്തി. അത് അവളുടെ തെറ്റാണോ? അല്ല, ഒരിക്കലും അല്ല. തെറ്റ് ചെയ്തവന്മാര് ഇപ്പൊ ജയിലിൽ കിടക്കുന്നുണ്ട്. ആ കൂടെ ഞാനും പോവേണ്ടതായിരുന്നു. പക്ഷെ 10-30 ദിവസം കൊണ്ട് തന്നെ അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു. ആ ഒരു സംതൃപ്തിയിലാ ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും. ആ കുട്ടി നന്നായി പഠിക്കണം, നല്ലൊരു ഡോക്ടർ ആവണം. അവന്മാർ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ ഈ കുട്ടിയുടെ പഠിച്ച് അവളുടെ ജീവിതം പടുത്തുയർത്തണം. അതാ വേണ്ടത്. അമ്മയ്ക്കും 2 പെമ്മക്കളുണ്ടെന്നുള്ള കാര്യം അമ്മ മറക്കണ്ട. അമ്മയുടെ മൂത്ത മോളുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. ഏത് നിമിഷം ഇങ്ങനൊരു വാർത്ത അമ്മയ്ക്കും കേൾക്കാം. അപ്പോ അമ്മ പറയോ ഇതുപോലെ അമ്മയുടെ മോളും പിഴച്ചവളാണെന്ന് അമ്മ പറയോ എന്ന് ചോദിക്കാണ്. മര്യാദയ്ക്ക് വീട്ടിലിരുന്നിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മ പഠിക്ക്. അമ്മയുടെ വിചാരം വൈജെന്ന് വെച്ചാല് വലിയ എന്തോ സംഭവമാണെന്നാ? ഒന്നുമല്ല. അമ്മയുടെ അഹങ്കാരം മാത്രമേ ഉള്ളൂ അമ്മയുടെ മുമ്പില്. അല്ലാതെ അമ്മയ്ക്ക് ഒന്നുമില്ല. അതിനിയെങ്കിലും മനസ്സിലാക്കി അമ്മ പെരുമാറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് മുകളിലേക്ക് കയറി പോവാണ്. ബബിത അവിടുന്ന് മിണ്ടാതെ നൈസായിട്ട് ഊരിപ്പോന്നുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് കൃഷ്ണമോള് വരാണ്. അമ്മയ്ക്ക് നല്ലത് കിട്ടിയില്ലല്ലേ? കിട്ടേണ്ടത് തന്നെ അമ്മയ്ക്ക് കിട്ടി. അമ്മ എന്തർത്ഥത്തിലാ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ ചേച്ചിനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ആ ചേച്ചിയോട് മാത്രമാണ് ഇന്ന് വീട്ടിലെല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നത്. അല്ലെങ്കിലേ എല്ലാവരും ഒരു മരിച്ചവീട് പോലെ കഴിയേണ്ടി വന്നേനെ.
എല്ലാത്തിനും കാരണക്കാരനായത് അമ്മയുടെ മകനല്ലേ, അല്ലാതെ ആ ചേച്ചി എന്ത് പിഴച്ചു? ഇവിടെ വന്ന് ഒരു വിധത്തിലാ ഞങ്ങളിതെല്ലാം ഒന്ന് ഏൽപ്പിച്ചത്. അവരിതൊന്നും വാങ്ങാൻ കൂട്ടാക്കില്ലായിരുന്നു. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാ ഒന്ന് മേടിപ്പിച്ചെന്ന് അമ്മയ്ക്ക് അറിയോ? അന്ന് ആലിന ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഏട്ടന് ജാമ്യം കിട്ടിയത്. ഇപ്പോഴെങ്കിലും അവർ പറഞ്ഞത് കേട്ടല്ലോ. എന്ത് പറഞ്ഞാലും ഒരു ആലിന ചേച്ചി മിണ്ടാതെ കയറിപ്പോടി. അമ്മയുടെ അഹങ്കാരം എന്ന് അവസാനിക്കുന്നോ അന്നേ അമ്മ നന്നാവുള്ളൂ, അല്ലാതെ അമ്മ ഒരിക്കലും നന്നാവാൻ പോണില്ല. അമ്മയ്ക്ക് കൈവന്ന കലയത് എന്ന് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അച്ഛയെന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോവാണ്. ബാലൻ വൈജയനെ രൂക്ഷമായി നോക്കിയിട്ട് അവളുടെ നേരെ കൈയും ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാ. എൻ്റെ ഗസ്റ്റുകളും എന്നെ അറിയാവുന്നവരെല്ലാം ഇവിടെ വരും. പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ ഇവിടെ നിന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ കയറിപ്പോന്നുണ്ട്. വൈജു ദേഷ്യം കൊണ്ട് കൈ ചുരുട്ടി ഡെസ്കിനിട്ട് അടിക്കാണ്. അങ്ങനെ തിരിച്ചു പോരുമ്പം ശരണ്യ അലീനയെ വിളിക്കാണ്. അലീന അപ്പോ താൻ ഇതുപോലെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നും ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെന്നും പറയുന്നുണ്ട്. ചേച്ചിയെ കാണാമെന്ന് കരുതി കൂടിയാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അവിടെ വന്നപ്പോ ആ വീട്ടിലെ രോഹിതേട്ടന്റെ അമ്മ കുറെ ചീത്ത പറഞ്ഞു. എന്താണേലും അതിന് കണക്കിനുള്ള മറുപടി രോഹിയേട്ടൻ കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകുന്നു പറയുന്നുണ്ട്. അയ്യോ, ആ മേഡം ഭയങ്കര സാധന, ഭയങ്കര അഹങ്കാരിയാ. അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാ. അങ്ങോട്ടേക്ക് ഇപ്പൊ അവരുള്ളപ്പോ പോവേണ്ടിയിരുന്നില്ല. അവരൊരു പ്രത്യേക ടൈപ്പാ. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചി. അതൊന്നും സാരമില്ല. ഞാൻ എന്തായാലും നാളെ മെഡിസിൻ പഠിക്കാൻ പോവാ. ചേച്ചീനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അയ്യോ മോളെ, ഇവിടുന്ന് വരുന്ന കാര്യം കുറച്ച് കഷ്ടാ. ഞാൻ നോക്കുന്ന പേഷ്യന്റ് മെന്റലി കുറച്ച് വീക്കാ. അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ ഇട്ടിട്ട് വരാനൊന്നും പറ്റില്ല. മോള് തനിയെ മോള് നീ അടുത്ത ലീവിന് വരുമ്പം ഞാൻ വന്ന് കാണാം എന്ന് പറയുമ്പോ, ശരി ചേച്ചി, അത് സാരമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം. ചേച്ചിയുടെ അനുഗ്രഹം എനിക്കുണ്ടാവണം. ഞാൻ പഠിക്കാൻ പോവാ. പഠിച്ചൊരു ഡോക്ടറായിട്ട് ഇവന്മാരുടെയൊക്കെ മുമ്പിൽ എനിക്ക് വന്ന് കാണിക്കണം. എന്നെ പുച്ഛിക്കുകയും എൻ്റെ വീട്ടുകാരെ അപമാനിക്കുകയും ചെയ്ത ആ കോളനിയിലെ ആളുകളുടെ മുമ്പിൽ ഒരു ഡോക്ടറായിട്ട് വന്ന് എനിക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യനെ അച്ഛനമ്മയും സഹോദരങ്ങളും ചേർന്ന് യാത്രയാക്കുന്നുണ്ട്. അവരുടെ ജീവിത സൗകര്യങ്ങൾ ഇപ്പം മെച്ചപ്പെട്ടു കേട്ടോ. ബാലൻ കൊടുത്ത വീട്ടിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. വലിയ 2 നില വീടാണ്. അതുപോലെ തന്നെ ഒരു കടമുറി കൊടുത്തെന്ന് പറഞ്ഞിരുന്നല്ലോ. അതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കിയിരിക്കുകയാണ് അവർ അച്ഛൻ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വരുമാനമുണ്ട്. 2 മക്കളെയും നല്ല രീതിക്ക് അവർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം നല്ല രീതിക്ക് തന്നെ മെച്ചപ്പെട്ടു. ഇതേസമയം ഹരിയും ബാക്കി 2 പേരും ജയിലിൽ തന്നെയാണ്. കമലയ്ക്കാണെങ്കിലോ ഇപ്പം അടങ്ങാത്ത ദേഷ്യമാണ് അലീനയോടും അതുപോലെ വൈജയോടൊക്കെ. സ്വന്തം മോൻ ജയിലിൽ കിടക്കുമ്പോൾ ആ രോഹി മാത്രം പുറത്തിറങ്ങിയെന്നുള്ള ദേഷ്യത്തിലാണ് കേട്ടോ അവള്. അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ശിവന് ഭയങ്കര പിണക്കാണ് അലീനയോട്. കാരണം തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ അവൾ ശ്രമിച്ചില്ല എന്നാണ് ശിവൻ പറയുന്നത്. പക്ഷെ രാജീവന് അങ്ങനെ വലിയ പണക്കമൊന്നുമില്ല, പക്ഷെ വലിയൊരു സ്നേഹവും ഇല്ല. ഗംഗേട്ടൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഗേട്ടൻ അലീനെ വിളിച്ച് ഇടയ്ക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ രോഹിത്തിൻ്റെ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് വൈജയാണെങ്കിൽ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. പഴയതുപോലെ തന്നെ വൈജയാണ് ഈ ലോകത്തിലെ വലിയ സംഭവം കരുതിക്കൊണ്ട് അവൾ നടക്കാണ്. ബാലനാണെങ്കിലോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ നടക്കാണ്. സ്വന്തം മക്കളുടെ അമ്മയായി പോയില്ലേ, തിരികെ വന്നതുകൊണ്ട് തന്നെ ഇറക്കിടാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അതുപോലെ ഡിവോഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്തു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം അലീന പോയതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ക്യാൻസൽ ചെയ്യാണ്. ഇപ്പോൾ ബബിതയുടെ പ്രശ്നം കേട്ടോ അടുത്ത ലീക്ക് പോയിന്റിൽ നിൽക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.